സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമാണെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ബെൽറ്റും കേബിൾ വയറും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിനെ തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ പ്രതികൾ എത്തിക്കുകയായിരുന്നു. പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അതിക്രൂര മർദ്ദനം അതങ്ങനെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷേ അതിൽ ഒരു കാര്യം, ഈ മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥിനെ പ്രതികൾ എത്തിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആത്മഹത്യ എന്ന് തന്നെയാണ് സൂചന. പക്ഷേ മകന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ശ്രമമുണ്ടാകും എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ നേരത്തെ ആരോപിച്ചിരുന്നു. അല്ലെങ്കിൽ ഇതിനൊരു സംഘം ശ്രമിക്കുമെന്ന് കൂട്ടുകാരും അധ്യാപകരും ഒക്കെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ലക്ഷ്മി, ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഈ സിദ്ധാർത്ഥനെ കൊന്നത് ഇഞ്ചിഞ്ചായാണ്. കാരണം ആ വരിയിൽ തന്നെ ഉണ്ട്. കാരണം മരണമാണ് സിദ്ധാർത്ഥന്, വേറെ മാർഗമില്ലാത്ത രീതിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായത്. സിദ്ധാർത്ഥൻ എന്താണോ ആ രാത്രികളിൽ അനുഭവിച്ചത് അതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. കാരണം ഈ 12-ാം തീയതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം അരങ്ങേറുന്നത്. ഒരു പെൺകുട്ടി ഇത്തരത്തിൽ സിദ്ധാർത്ഥന് നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം സിദ്ധാർത്ഥൻ 15-ാം തീയതിയോടെ ഈ വയനാട് നിന്നും നാട്ടിലേക്ക് പോകുകയാണ്, തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ സുഹൃത്ത് സിദ്ധാർത്ഥനെ ഫോണിൽ വിളിക്കുന്നത്. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളുടെ ആരംഭം. അത് മുതലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. തുടർന്ന് ഈ ഹോസ്റ്റലിലേക്ക് 16-ാം തീയതി പുലർച്ചെ ഇത്തരത്തിൽ സിദ്ധാർത്ഥൻ എത്തുകയാണ്. അതിനുശേഷമായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. 16-ാം തീയതി എത്തിയ സിദ്ധാർത്ഥൻ തുടർന്ന് എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ തടങ്കലിൽ പാർപ്പിച്ചു എന്നാണ്. തടങ്കലിൽ പാർപ്പിച്ചു സൂക്ഷിച്ചു എന്നാണ്. എന്നാൽ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല, തുടർച്ചയായി അവിടെ തടഞ്ഞു വയ്ക്കുന്നു. 7 മണിക്ക് രാവിലെ ആ ഹോസ്റ്റലിൽ എത്തുന്ന സിദ്ധാർത്ഥനെ രാത്രി 9 മണി വരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ തടങ്കലിൽ പാർപ്പിക്കുകയാണ്. അതിനുശേഷമായിരുന്നു 9 മണിയോടെ മർദ്ദനം ആരംഭിക്കുന്നത്. ഈ 16-ാം തീയതി 9 മണിയോടെ, രാത്രി 9 മണിയോടെ ആരംഭിക്കുന്ന മർദ്ദനം നീണ്ടത് പുലർച്ചെ 2 മണിയോടെ, 17-ാം തീയതി പുലർച്ചെ 2 മണിയോടെയാണ്. ഇത്രയും സമയം സിദ്ധാർത്ഥനെ നിരന്തരം മർദ്ദിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ എത്തിച്ചാണ് ഗുരുതരമായി മർദ്ദിക്കുന്നത്. അതിനുശേഷം 17-ാം തീയതി രാവിലെയും ഇങ്ങനെ ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥനെ വീണ്ടും തടങ്കൽ അവിടെ പാർപ്പിക്കുകയാണ്. പുറത്ത് ഇറങ്ങാൻ അനുവദിക്കാതെ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ തടങ്കലിൽ പാർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 15-ാം തീയതി എറണാകുളത്ത് നിന്നും ഈ സിദ്ധാർത്ഥനെ വയനാട്ടിലേക്ക് വിളിക്കുന്നതിന് കാരണം ഈ കോളേജിൽ ഒരു അലിഖിത ഒരു ഭരണഘടനയോ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ കോടതിയുണ്ട്. ആ കോടതിയുടെ തീരുമാനമാണ് ഈ പ്രശ്നം വന്ന് ഈ കോടതിയിൽ പറഞ്ഞ് തീരുമാനമെടുത്ത് അതിനുശേഷമായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി ഈ സ്ഥലത്തേക്ക് വിളിക്കുന്നത്. അതിനുശേഷം ഈ മർദ്ദനത്തിനെ കുറിച്ചും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ പ്രതികൾ 1 മുതൽ 18 വരെയുള്ള പ്രതികൾ ഈ കയ്യിലുള്ള ബെൽറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ കേബിൾ വയർ കൊണ്ടും കൈ കൊണ്ടും അടിച്ചു, കാലുകൊണ്ട് തൊഴിച്ചു. അതിക്രൂരമായ പീഡനമാണെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ, പോലീസിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ 9 മണിക്ക് തുടങ്ങിയ മർദ്ദനം നീണ്ടത് 2 മണി വരെയാണ്. അതോടൊപ്പം തന്നെ പരസ്യ വിചാരണ രാത്രിയും നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ സിദ്ധാർത്ഥന്റെ മുന്നിൽ മരണമല്ലാതെ മറ്റൊന്നില്ല എന്ന രീതിയിൽ പൂർണ്ണമായും ആ സിദ്ധാർത്ഥനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയാണ്. അതിനാൽ തന്നെയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഉച്ചയോടെ ഇത്തരത്തിലൊരു മരണം ആത്മഹത്യയിലേക്ക് കടക്കുന്നത്. അതും ഉറപ്പില്ല. സംശയം, കാരണം ആത്മഹത്യ എന്ന് പറയുന്നു, പക്ഷേ ആത്മഹത്യ, അസ്വാഭാവിക മരണം എന്നീ നിലയിൽ പോലീസ് അന്വേഷണമുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ പക്ഷേ മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് സിദ്ധാർത്ഥ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ആത്മഹത്യ എന്നുള്ള സൂചന. പക്ഷേ SFI ഭീകരർ പരസ്യ വിചാരണ നടത്തി കെട്ടിത്തൂക്കി കൊന്നതാണെന്നൊരു സംശയം ബലപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ. സിദ്ധാർത്ഥന്റെ അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്, ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമം ഉണ്ടാകെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ എന്നുള്ളത്. കാരണം കൊന്നു കെട്ടിത്തൂക്കി കൊന്നതാണോ ആത്മഹത്യയാണോ എന്ന് അറിയുന്നതിൽ സൂക്ഷ്മമായ അന്വേഷണം വേണം. അവിടേക്കാണ് ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം എന്നൊരു ആവശ്യം ബലപ്പെടുന്നത്. തീർച്ചയായും, കാരണം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഉള്ള തെളിവുകൾ ഇതിൽ തന്നെയുണ്ട്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികൾ പെരുമാറിയിരിക്കുന്നത് മനുഷ്യ മൃഗത്തിനെ പോലെയാണ്. കാരണം 16-ാം തീയതി സിദ്ധാർത്ഥനെ രാത്രി 9 മണിയോടെ മർദ്ദിക്കാൻ തുടങ്ങിയത്, പരസ്യ വിചാരണ ചെയ്യാൻ തുടങ്ങിയ ഈ SFI നേതാക്കൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത് പുലർച്ചെ 2 മണിയോടെയാണ്. 2 മണിക്കാണ് ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥനെ വീണ്ടും ഈ ഹോസ്റ്റലിലെ റൂമിൽ കയറി വരെ മർദ്ദിക്കുന്നത്. അത്തരത്തിൽ അതിനാൽ തന്നെയാണ് ഈ രക്ഷിതാക്കളെയും ഇത്തരത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ
ഈ ഒരു വിദ്യാർത്ഥി ഇത്രയും 9 മണി മുതൽ പുലർച്ചെ 2 മണി വരെ മർദ്ദിക്കാൻ മനസ്സുള്ള വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഈ കൊന്നു കെട്ടിത്തൂക്കുവാനും വളരെ ബുദ്ധിമുട്ടൊന്നും കാണില്ല ലക്ഷ്മി. യെസ്, 18-ാം തീയതി ഉച്ചയോടെ സിദ്ധാർത്ഥൻ തൂങ്ങി മരിക്കുകയായിരുന്നു. 16-ാം തീയതി 9 മണിക്ക് ആരംഭിച്ച മർദ്ദനത്തിലും പരസ്യ വിചാരണയിലും തുടർന്ന് 17-ാം തീയതി പുലർച്ചെ 2 മണിവരെ നീണ്ടുനിന്നു. അതിനുശേഷം ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന മാനസികാവസ്ഥയിലേക്ക് സിദ്ധാർത്ഥ് എത്തിച്ചേർന്നു. 18-ാം തീയതി ഉച്ചയോടെ സിദ്ധാർത്ഥൻ തൂങ്ങി മരിക്കുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ വെളിവാകണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ള ആവശ്യം സമൂഹത്തിൽ ബലപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.